ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു നാടൻ കൂട്ടാനാകട്ടെ, ഒരു ചക്കക്കുരു ഉലർത്ത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത്രയും ചക്കക്കുരു തോലൊക്കെ കളഞ്ഞ് എടുത്തു വച്ചിരിക്കുന്നത്. ഇനി ഞാനത് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് തേങ്ങാക്കൊത്താണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പിടാം. ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഇനി ഇച്ചിരി പൊടികളെടുക്കാം. 2 ടീസ്പൂൺ മീറ്റ് മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. വറവിടാൻ വേണ്ടി ചൂടായ പാനിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായ എണ്ണയിലേക്ക് കടുകിടാം. കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ കറിവേപ്പില ഇടാം. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പൊടികൾ നന്നായിട്ടൊന്ന് വഴറ്റാം. പച്ചമണം മാറുന്ന വരെ വഴറ്റിയിട്ട് ഇനി വേവിച്ച് വച്ചിരിക്കുന്ന ചക്കക്കുരുവും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചക്കക്കുരു നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ആ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ബീഫൊക്കെ ഉലർത്ത് വയ്ക്കില്ലേ, അതേ ടേസ്റ്റ് ഉണ്ടാവും. നല്ല സ്വാദാണ് ഇങ്ങനെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ചക്കക്കുരു തയ്യാറാക്കിയാൽ. നിങ്ങളും കൂടെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. ചക്കക്കുരു ഇതുപോലെ ബീഫ് തയ്യാറാക്കുന്ന പോലെ മീറ്റ് മസാലയും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കേ. നല്ല സ്വാദാണ് കഴിക്കാൻ. ബീഫൊക്കെ വെക്കുന്ന ഉലർത്തുന്ന അതേ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. ബായ്.